ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഓൾ ടൈം, ഒരു സുനാമിയെ പോലെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമ ദുരന്തർ 2-ന്റെ കളക്ഷൻ ന്യൂസിനെ പറ്റിയാണ്. ഇന്നലെ ഈ സിനിമ ഞാൻ തമിഴ് ലാംഗ്വേജിലും കണ്ടു. എൻ്റെ പൊന്നു, എന്തോ ഒരു ഒറിജിനാലിറ്റിയാണ് ഡബിങ്ങിൽ. പക്ക മാച്ചിങ് വോയിസ് ഓവറുകൾ. ഒരു നിമിഷത്തിൽ ഞാൻ മറന്നുപോയി ഹിന്ദി സിനിമയാണ് കാണുന്നത്. യാതൊരു വിഷയമില്ല, നമ്മൾ ലാംഗ്വേജ് ഏതാണെന്ന് വിചാരിക്കുകയില്ല. പക്ക കഥയിലൂടെ ഫ്ലോ ആയിക്കൊണ്ട് പോയിരിക്കുകയാണ്. സഞ്ജയ് ദത്തിന് വോയിസ് ഓവർ കൊടുത്ത ആർട്ടിസ്റ്റ്, എന്തൊരു ഒറിജിനാലിറ്റി, എന്തൊരു മാച്ചിങ് വോയിസ് ഓവറാണിത്. പെർഫെക്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കും സഞ്ജയ് ദത്ത് തന്നെ തമിഴിലും മലയാളത്തിലും സംസാരിക്കുന്ന പോലെ തന്നെ. അതേപോലെ തന്നെയാണ് രൺവീർ സിംഗിന്റെ ക്യാരക്ടറും. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തോന്നും രൺവീർ സിംഗ് അല്ല സംസാരിക്കണം, പക്ഷെ നമ്മൾ ആ കഥയിലോട്ട് ഉള്ളിൽ കയറും തോറും നമ്മൾ മറന്നുപോകും. നമ്മൾ വിചാരിക്കും രൺവീർ സിംഗ് തമിഴിലും മലയാളത്തിലാണ് ഡയലോഗ് പറയുന്നത്. അതേപോലെ തന്നെയാണ് അർജുൻ റാംപാലിന്റെയും വോയിസ് ഓവറും. ഒരു രക്ഷയില്ല. ഇതിനാണ് നമ്മൾ പറയുന്നത് ഒരു ക്വാളിറ്റി ഡയറക്ടറുടെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഡബിങ്ങിൽ പോലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിനാണ് പറയുന്നത് ഡെഡിക്കേഷൻ, പാഷൻ. സിനിമ ഉണ്ടാക്കാനുള്ള ആ ത്വര, ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് സൂപ്പർ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഡബ്ബിങ്ങും അത്ര നന്നായി എഫക്റ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയ്ക്കും പെർഫെക്റ്റ് ഡബ്ബിങ് ഇതിൻ്റെ മുന്നേ എനിക്ക് KGF 2 തമിഴിലാണ് ഫീൽ ചെയ്തിരുന്നത്. പിന്നെ ബാഹുബലി തമിഴ്, അതിൻ്റെ ശേഷം ഈ ഡബ്ബിങ് ആണ് ഒരു രക്ഷയില്ല. പിന്നെ ദുരന്തർ 2-ന്റെ പടയോട്ടം കളക്ഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എല്ലാ റെക്കോർഡുകളും ഒറ്റയടിക്ക് തകർത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ദിവസം 102 കോടി, രണ്ടാമത്തെ ദിവസം 83 കോടി, മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച 108 കോടി, നാലാമത്തെ ദിവസം ഞായറാഴ്ച എല്ലാ റെക്കോർഡുകളും തകർത്ത് കാറ്റിൽ പറത്തി 115 കോടി. വേൾഡ് വൈഡ് കളക്ഷനകത്തെ 135 കോടി. വേൾഡ് വൈഡ് എന്ന് ഉദ്ദേശിച്ചത് വിദേശ രാജ്യങ്ങളിൽ മാത്രം, അതും ഗൾഫ് കൺട്രീസിലില്ല കേട്ടോ. അവിടെയൊക്കെ ഈ പടം ബാനാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് ഓൾ ഓവർ ദി വേൾഡ് ദുരന്തർ 2-ന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് കളക്ഷൻ 550 കോടിയുടെ മേലെയാണ് പോയിരിക്കുന്നത്. ഇത് തന്നെ പ്രൂവ് ചെയ്യുന്നു ദുരന്തർ 2-ന്റെ ക്രേസ് എത്രത്തോളം ആഴത്തിലാണ് ജനങ്ങളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നിങ്ങൾ ദുരന്തർ 2-നെ ഇനി വേറെ സ്വന്തം ഭാഷയിലോ അതോ നെയ്ബർ സ്റ്റേറ്റ് തമിഴിലോ തെലുങ്കിലോ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പക്ക പോയിട്ട് കാണും. പൈസ വസൂലായിരിക്കും. എൻ്റെ ടാർഗറ്റാണ് 4 ലാംഗ്വേജിലും കാണണം. തമിഴ് കണ്ടു, ഇപ്പം അടുത്തതാണ് മലയാളം. നിങ്ങൾക്കും ഈ 4 ഭാഷകളിൽ കാണാൻ സാധിച്ചാൽ നിങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ നൽകുക. കേരളത്തിൽ ദുരന്തർ 2 ഉണ്ടാക്കിയ ഓളത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ദുരന്തർ 1-ന്റെ ലൈഫ് ടൈം കളക്ഷൻ കേരളത്തിൽ 8.65 ആയിരുന്നു. അതും വെറും 4 ദിവസം കൊണ്ട് ദുരന്തർ 2 സർപാസ് ചെയ്തിരിക്കുന്നു. ദുരന്തർ 2 വെറും 4 ദിവസം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് 9.20 crores. സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാന്റെ പടം ജവാൻ കേരളത്തിൽ നേടിയ ലൈഫ് ടൈം കളക്ഷൻ 13.5 crores ആണ്. അത് കടത്തി വിടാൻ ഒരു പുതിയ റെക്കോർഡിലേക്ക് ദുരന്തർ 2 പോവട്ടെ. നന്ദി, നമസ്കാരം.